പാലിലാണ് ഇത് സംസ്കരിച്ചെടുക്കുന്നത്. തീർച്ചയായും പാലിൽ പുഴുങ്ങി പാലിൽ തന്നെ കഴിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും വളരെ നല്ല രീതിയിലുള്ള ഒരു ഫുഡായിട്ട് നമുക്കിത് കഴിക്കാം. സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഇതൊക്കെ കറക്റ്റ് ചെയ്യും. പുരുഷന്മാർക്ക് മാത്രം കഴിക്കാൻ പാടുന്ന ഒരു പ്രൊഡക്റ്റ് എന്നാണ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കേട്ടതും അങ്ങനെ തന്നെയാണ്. ROVER എന്ന് വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറിനടുത്തായിട്ട് പെരുവളത്ത് പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നായ്ക്കുരണ കൃഷിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജോയ് ചേട്ടനും അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ ജയേഷേട്ടനും ഉണ്ട്. അതെങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നായ്ക്കുരണ പരിപ്പ് അല്ലെങ്കിൽ പൊടി വലിയ രീതിയിൽ നമുക്കൊരു ഫുഡായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയല്ലേ. അത് കൃഷി ചെയ്യുന്നതും അതേപോലെ തന്നെ അതിന്റെ കൃഷിക്ക് ശേഷമുള്ള അതിന്റെ പ്രോസസ്സിംഗ് രീതിയും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. J ഹെർബൽസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. J ഹെർബൽസ് കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജയേഷേട്ടന്റെ വൈഫ് ടീന ഇപ്പന്റെ മുന്നിലുള്ളത്. ജയേഷേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഈ മേഖലയായിട്ട് കടന്നു വന്നിട്ട് ഏകദേശം 21-22 വർഷത്തോളം ആകുന്നു. ഈ 21 വർഷം അല്ല 22 വർഷം മുമ്പ് കൃഷി ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കൃഷി ചെയ്യണം, ഇത് എങ്ങനെ പരിപാലിക്കണം, ഇതിൻ്റെ വിളവ് എങ്ങനെ എടുക്കണം, ഇത് എവിടെ കൊണ്ടുപോയി കൊടുക്കണം, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്ത ഒരു സമയത്താണ് പപ്പ ഇത് കൃഷി ചെയ്യുന്നത്. പപ്പയായിട്ട് ഇത് തുടങ്ങിയത്? അതെ, പപ്പയായിട്ടാണ് തുടങ്ങിയത്. പപ്പയ്ക്ക് ഒരുപാട് വൈദ്യന്മാരായാലും ഒരുപാട് ഡോക്ടർമാരുമായിട്ടും ഒരുപാട് പരിചയങ്ങൾ അങ്ങനെയുണ്ട്. അതിന്റെ കെയർ ഓഫിലാണ്. പിന്നെ പപ്പ ഒരുപാട് വായിക്കുന്ന ഒരാളുമായിരുന്നു. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനടക്കം എൻ്റെ അനിയനാണേലും ഞങ്ങളുടെ അമ്മയാണേലും ഇതെല്ലാം എതിർത്ത ആൾക്കാരാണ്. ഞങ്ങളുടെ വീടിന് മുമ്പിൽ തന്നെയാണ് 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തത്. എന്നിട്ട് നമുക്ക് അവിടുന്ന് കൃഷിയായി ഈ സീഡ് ആയി കഴിയുമ്പോഴത്തേക്കും പക്ഷിയായിട്ടും പ്രാണിയായിട്ടും വന്നിട്ട് ഇത് ഇളക്കി കഴിഞ്ഞപ്പം ഇത് പറന്ന് ഈ അലക്കിയിട്ട് തുണിയിലും ഡ്രസ്സയിലൊക്കെ വന്ന് പിടിച്ച് ഇത് ഇടാൻ പറ്റാത്ത അവസ്ഥ. അവസ്ഥ ഒരു ഭീകര അവസ്ഥയായിരുന്നു നമ്മുടെ മുമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ട്. എന്നിട്ട് നമ്മളടക്കം അവിടുത്തെ 2-3 വീട്ടുകാരെ മാറ്റി താമസിക്കേണ്ട അവസ്ഥ വരെ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്രയും ഭീകരമായിരുന്നു കാര്യങ്ങൾ. പിന്നീടാണ് നമ്മൾ ഇതിന്റെ ഒരു എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങനെ എവിടെ കൃഷി ചെയ്യണം കാര്യങ്ങളൊക്കെ പഠിക്കുകയും ആ ഒരു സംവിധാനത്തിൽ വരികയും ചെയ്തത്. ഇതിപ്പോ ഈ ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ട് എത്ര വർഷമായി? കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ട് ശേഷം 8 വർഷത്തോളമായി. ഇനി എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്, അതിന്റെ കൃഷി രീതിയും അതുപോലെ ഇത് പ്രോസസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. പുതുമഴയ്ക്കാണ് ഇത് കൃഷി ഇറക്കേണ്ടത്. തടവെടുത്ത് വിത്ത് കിളുത്ത് വരുമ്പോൾ അതിന് ചുള്ളി കുത്തി കൊടുത്ത് പന്തലിൽ കയറ്റി അതിനുവേണ്ട പോഷകങ്ങൾ കൊടുത്ത് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും പൂവാവും. എന്നിട്ട് ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ വിളവെടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ഉണങ്ങി. ഇത് ശരിക്കും ഉണങ്ങി അന്നേരത്തേക്ക് കംപ്ലീറ്റ് ഇലയെല്ലാം ഉണങ്ങി ഈ കാ മാത്രമാവും. ഇത് ഒരു തവണയെ ശരിക്കും ഇതിന് നമ്മൾ കാവുള്ളൂ. അതിനുശേഷം ഈ വള്ളിയൊക്കെ ഉണങ്ങിപ്പോകും. രണ്ടാമത് പിന്നെ നമ്മൾ അടുത്ത തവണ കൃഷി ചെയ്യണം. വീണ്ടും കൃഷി ചെയ്യണം. 6 മാസം, അതായത് പുതുമഴ കൃഷി ചെയ്താൽ ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും വിളവെടുപ്പ് കഴിയും. ഈ വിളവെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിനുള്ള ക്ലോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ചൊറിയാതെ നമ്മുടെ ഫേസ് മാത്രം ചൊറിയല, ഫേസും ഉള്ളം കൈയും ചൊറിയല, പക്ഷെ ബാക്കി എല്ലാ പാർട്ടും ചൊറിയുന്നതാണ്. ചൊറിച്ചിലിന് പ്രത്യേക മരുന്നുകളും കാര്യങ്ങളും ഇല്ല. പൊടിമണ്ണ് വാരത്തേക്ക് നല്ല പ്രത്യേക മരുന്നുകളും കാര്യങ്ങളും ഇതിനില്ല. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ സഹിക്കുക അല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. അതിനുള്ള ഡ്രസ്സ് നമ്മൾ കരുതുക. അതിനുള്ള ഡ്രസ്സുകൾ ധരിക്കുക. മാത്രമല്ല ഇത് ചൂടാകുന്ന വെയിൽ ഉറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രോസസ്സിങ് കഴിയും. കാരണം പ്രോസസ്സിങ് വെച്ചാൽ അത് വെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട കോട്ടൊക്കെ ചൂടാവും, പിന്നെ വേർക്കാൻ തുടങ്ങും. അപ്പം പിന്നെ ഇതിന്റെ പൊടികളൊക്കെ വന്ന് കയറി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അന്നേരം പിന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് വിളവെടുപ്പ് കഴിയണം. രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ഒരു 5-6 മണി ആ സമയത്ത് തന്നെ തുടങ്ങും. കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ചാക്കിലാക്കി വെക്കും. കളത്തിൽ കൊണ്ടിടും. കളത്തിൽ നിന്ന് പിന്നെ 2-3 ദിവസം 3-4 ദിവസം വെയിലെല്ലാം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിതിനെ ഇതിനുള്ള സീഡ് ഞങ്ങൾ വേർതിരിച്ചെടുക്കും. ആ വേർതിരിച്ച സീഡാണ് കമ്പനിയിലോട്ട് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് കഴുകിയിട്ടാണ് കൊണ്ടുവരിക. അവിടെ നിന്ന് തന്നെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ആ രോമങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കമ്പനിയിലോട്ട് കൊണ്ടുവരും. ഇത് കമ്പനി കൊണ്ടുവന്നാൽ ആദ്യത്തെ പ്രോസസ്സിങ് വാഷിംഗ് ആണ്. വാഷിംഗ് മീൻസ് നമ്മൾ ഇതിനകത്ത് കളത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പൊടി ഉണ്ടാവും, പിന്നെ അതിൻ്റെ ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കല്ലുകളുണ്ടാവും. അതിനൊക്കെ കളയലാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ഫസ്റ്റിലത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴുകും തോറും ഇതിന് നല്ല സീഡുകൾ താഴെയും പൊങ്ങായിട്ടുള്ളതും ഉള്ളിൽ സീഡില്ലാത്തതും കുരുകളൊക്കെ പേട്ടുകുരു എന്ന് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അതെല്ലാം പറക്കി മാറ്റി അതിൽ നല്ല സീഡുകൾ മാത്രം നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മൾ സംസ്കരിക്കാൻ വേണ്ടി കയറ്റുന്നത്. നമ്മൾ സംസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എത്ര കിലോ കുരു ഉണ്ടോ അതിന് കണക്കായ പാലാണ് നമ്മൾ എടുക്കുന്നത്.
പാലിലാണ് ഇത് സംസ്കരിച്ചെടുക്കുന്നത്. തീർച്ചയായും പാലിൽ പുഴുങ്ങി പാലിൽ തന്നെ കഴിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. നമ്മളോട് പലരും ചോദിക്കുന്നത് സംസ്കരിച്ചാണ് എടുക്കുന്നത്, സംസ്കരണം. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ കിട്ടുന്നതും ഇതും തമ്മിൽ വ്യത്യാസം അതാണ്. നമ്മുടെ സംസ്കരണ രീതിക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് എൻ്റെ ഡിഫറൻ്റ് ആയി നിൽക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഇന്നും മാർക്കറ്റിൽ ഡിഫറൻ്റ് ആയി നിൽക്കുന്നതും ആ സംസ്കരണ രീതിക്ക് ഒരു മെത്തേഡ് ഉണ്ട്. അതിന് ഒരുപാട് ഡോക്ടർമാരുടെയും ഒരുപാട് വൈദ്യന്മാരുടെയും മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്കിത് കിട്ടുന്നുമുണ്ട്. മാത്രമല്ല നമ്മളിത് സംസ്കരിച്ചെടുത്ത സീഡ് കൃത്യമായിട്ട് ഓരോ ബാച്ച് നമ്മളിത് ലാബ് ടെസ്റ്റിന് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം ഇതിന് ആവശ്യമായ പാല് നമ്മൾ ചേർത്തു ഇളക്കി നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കൃത്യമായ ഇടവേളയിൽ ഇത് ഇളക്കി കൊടുക്കുന്നു. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ വാരിയെടുത്ത് ഇത് ഓരോ സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ പാല് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിന്റെ എണ്ണമയമുണ്ട്, വിഷാംശമുണ്ട്, പല പല സാധനങ്ങൾ ഇതിനകത്ത് പോകാനുണ്ട്. അതെല്ലാം പോയി നല്ല ശുദ്ധി ചെയ്ത് പരിപ്പാണ് നമുക്ക് കിട്ടുന്നത്, സീഡാണ് കിട്ടുന്നത്. അതിനെയാണ് നമ്മളിത് കോരിയെടുത്ത് നല്ല വെയിലുള്ളപ്പോൾ വെയിലത്ത് വെക്കും, മഴയാണെങ്കിൽ ഡ്രയറിൽ കയറ്റും. ഈ രണ്ട് സംവിധാനത്തിലാണ് ഉണക്കിയെടുക്കുന്നത്. അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതിനെ കുത്തി വേർതിരിച്ചെടുക്കുക. അതിനുള്ളിലെ പരിപ്പെടുക്കലാണ് അടുത്ത പ്രോസസ്സിംഗ്. അതിന് നമ്മൾ മില്ലിൽ കുത്തി പരിപ്പ് വേറെ അതിൻ്റെ തൊണ്ട് വേറെ ആയിട്ട് നമുക്ക് വരും. ആ വന്ന പരിപ്പിനെ വീണ്ടും നമ്മൾ കുത്തി കഴിയുമ്പോൾ തോട് പോകാത്ത സീഡൊക്കെ ഉണ്ടാവും. അതൊക്കെ പറക്കി മാറ്റി ക്ലിയർ ആയിട്ടുള്ള സീഡ് മാത്രം നമ്മളിങ്ങനെ എടുത്ത് ആ സീഡാണ് പൊടിച്ചെടുക്കുന്നത്. 1 കിലോ സീഡ് പുഴുകുവാണെങ്കിൽ നമുക്ക് 400 ഗ്രാം 350-400 ഗ്രാമേ നമുക്ക് പരിപ്പ് കിട്ടുള്ളൂ. അത്ര ബാക്കിയെല്ലാം വേസ്റ്റ് പോകും. ഇനി നമ്മളിത് പൊടിച്ച് പാക്ക് ചെയ്യാനാണ്. പൊടിച്ചെടുത്ത് ഓരോ നേരം കഴിക്കേണ്ട ചെറിയ ടീ ബാഗ് പോലെ ചെറിയ പൗച്ചുകളാക്കി പാക്ക് ചെയ്യലാണ് പിന്നത്തെ പ്രോസസ്സിംഗ് വരുന്നത്. നമ്മളിതിന്റെ പ്രോസസ്സിംഗ് രീതി കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി എനിക്കറിയേണ്ടത് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് വരുന്നത്? അതായത് ഇത് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. പ്രായമായ അപ്പച്ചനും അമ്മച്ചിക്കും കഴിക്കാം, ദമ്പതികൾക്കും കഴിക്കാം, കുഞ്ഞുങ്ങൾക്ക് പിള്ളേർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റാണിത്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് കുറവുകൾ അതാണ് പരിഹരിക്കപ്പെടുന്നത്. നമ്മുടെ നാടി ഞരമ്പുകളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നമ്മളൊരു എനർജറ്റിക് ആക്കുക ചെയ്യുന്നത്. അതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ പിള്ളേർ കഴിക്കുമ്പോൾ ഒരു 4 അല്ല 3 നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഇത് ഓരോ നേരം കഴിക്കേണ്ട ചെറിയ ടീ ബാഗ് പോലെ ആയിട്ടാണ് ഉണ്ടാവുക. അത് ആ പൗച്ച് പൊട്ടിച്ചിട്ട് പാലിലോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ ഇത് കഴിച്ചാൽ മാത്രം മതി. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് ചിലപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് അവർക്ക് കിട്ടുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ എവിടെ നമ്മളിത് കൊടുക്കുന്നില്ല. ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കൃഷി ചെയ്യുന്ന കാലം തൊട്ട് ദൃശ്യമാധ്യമങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ നേടിയ കൃഷിയാണിത്. ഒരുപാട് അവാർഡുകൾ, നാഗാർജുന ഔഷധമിത്ര അവാർഡൊക്കെ ഒരുപാട് അവാർഡുകൾ വരെ വാങ്ങിയിട്ടുള്ള കൃഷിയാണിത്. അപ്പം അങ്ങനെ മനോരമയായാലും മംഗളമായാലും ജീവൻ TV ആയാലും ഒരുപാട് ചാനൽ, പിന്നെ അതുപോലെ ഇൻ്റർവ്യൂയും കാര്യങ്ങളും പേപ്പർ കട്ടിങ്ങും കാര്യങ്ങൾ വന്ന് ഇതിവിടെയൊക്കെ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ പലരുടെയായിട്ട് പല സംഭവം വായിക്കുമ്പോൾ ചില നമ്പർ നോട്ട് ചെയ്ത് വെച്ചവരുണ്ട്. പിന്നെ ആവശ്യക്കാരുടെ നമ്പർ നോട്ട് ചെയ്ത് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ അവർ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ കേരളത്തിൽ മാത്രമാണോ ഉള്ളത്? അത് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും. കേരളത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ആയാലും ഇന്ത്യക്ക് പുറത്തായാലും കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലും ആവശ്യക്കാരുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വിദേശത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്? തീർച്ചയായും നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇത് അയക്കാനുള്ള സംവിധാനം ഇന്നത്തെ നമുക്കുണ്ട്. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. ഇപ്പം പലരും പല ആവശ്യങ്ങൾക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഇപ്പം ദമ്പതികളുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, വന്ധ്യതയായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ അതൊരു 3 മാസം കഴിക്കേണ്ട കോഴ്സാണ്. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു കഴിക്കുന്ന രീതിയും കഴിക്കേണ്ട രീതികളും ആ മെത്തേഡും വേറെയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ, അണ്ടത്തിൻ്റെ വളർച്ചകൾ ആ സമയത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിക്കുന്ന രീതികളും മെത്തേഡും വേറെയാണ്. കുഞ്ഞുങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതും വേറെയാണ്. അപ്പോൾ ഇവർ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്കുള്ള എങ്ങോട്ട് അയക്കേണ്ട കൊറിയർ ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് പറയുന്നത്. ജെ ഹെർബൽസ് കമ്പനിയുടെ ഓൺലൈൻ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ സതീഷ് നമ്പ്യാർ സാറുടെ മുന്നിലായിരിക്കും ഉള്ളത്. സാർ, ഈ നായ്ക്കുരണയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ആധുനിക ജീവിത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നായ്ക്കുർണ. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നായ്ക്കുർണ പരിപ്പാണ്. ഇതിൻ്റെ ഔഷധ ഗുണം നായ്ക്കുർണ പരിപ്പ് പൊടിയായിട്ട് മാറ്റി അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ബ്ലഡിലാണ്. നമ്മുടെ ശരീരത്തിൽ റിച്ച് ആയിട്ടുള്ള ഓക്സിജൻ കണ്ടൻറ്റ് വരികയും നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്താനുള്ള ഏറ്റവും നല്ല ഒരു ഡ്രഗ് അഥവാ ഫുഡ് അല്ലെങ്കിൽ ഒരു ഔഷധം ആണ് നായ്ക്കുർണ. ഇത് ഇന്നത്തെ ജീവിത രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മളെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് പുറന്തള്ളാനും അതോടൊപ്പം തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ നമുക്ക് പുറന്തള്ളാനും ഈ ഒരു ഔഷധം നമുക്ക് നമ്മളെ ശരീരത്തിൽ ദൈനംദിനം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് കണ്ടൻറ്റിൽ
വൈറ്റമിൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ പ്രോട്ടീൻ, ഫൈബർ, ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊട്ടാസ്യം, സോഡിയം, അതുപോലെ നമ്മളെ ശരീരത്തിന് ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 2 മെയിൻ കണ്ടൻ്റാണിത്. മഗ്നീഷ്യം നമ്മളെ മസിൽസിനും ബോൺസിനുള്ള സ്ട്രെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിശ്ചിതമായി നമ്മളെ ബോഡിയിൽ ഒരു പൗഡറി ഫോം ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മളെ ശരീരം പതുക്കെ മാറുന്നുണ്ടാവും, നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടാവും, നമ്മളെ ശരീരത്തിലെ രക്തചംക്രമണം കറക്റ്റ് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ദൈനംദിനം അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കറക്റ്റ് ചെയ്ത് നമ്മളെ വാദത്തിനെ കറക്റ്റ് ചെയ്ത് നമ്മളെ വേദന സംഹാരി കൂടിയായിട്ട് നമ്മളെ ശരീരത്തിൽ ഇത് വർക്ക് ചെയ്യും. എന്താണെന്ന് ചോദിച്ചാൽ മസിൽസിനും ബോൺസിനും വേണ്ട കൃത്യമായിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മൂന്നാമതാണ് നമ്മുടെ ഉറക്കമില്ലായ്മ അഥവാ പാർക്കിൻസൺസ് പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതൊരു അസുഖത്തിൻ്റെ സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോഴും ഇതൊരു ഔഷധമായിട്ടും നല്ല ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിരന്തരമായി കഴിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസസ് അല്ലെങ്കിൽ മെൻസസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യും. മെൻസസ് ഡിസോർഡേഴ്സ് വരുന്നത് കറക്റ്റ് ചെയ്യുന്നത് ബ്ലഡാണ്, ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷനാണ് നടക്കേണ്ടതെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ആധുനിക ജീവിത രീതിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലാണ് മെജോറിറ്റി ആൾക്കാർ. അപ്പോൾ ഒരു 80% ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ നായ്ക്കുണ്ണപ്പരിപ്പ്. പുരുഷ വന്ധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടി വരികയാണ്. ഇപ്പോൾ സെക്ഷുവലായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും വളരെ നല്ല രീതിയിലുള്ളൊരു ഫുഡായിട്ട് നമുക്കിത് കഴിക്കാം. ഇനി ഈ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പേ ഏകദേശം ഒരു 30 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് നമ്മളെ ബോഡിയിലേക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്കൊരു ഫുഡായിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും, ഒരു സപ്ലിമെൻ്റായിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജിമ്മിൽ വരുന്ന ആൾക്കാർ അവരെ ബോഡി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മസ്കുലർ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാനും നല്ല രീതിയിലുള്ള മസിൽ ഡെവലപ്മെൻറ്റ്, ബോൺ സ്ട്രെങ്ത് ഒക്കെ കിട്ടാനായിട്ടുള്ള കണ്ടൻസ് ഇതിനകത്തുണ്ട്. കാൽഷ്യം, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ബോഡി ബിൽഡേഴ്സിന് ഏറ്റവും ഗുണകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത്രയാണ് ജെ ഹെർബൽസിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട്? അടിപൊളി കാഴ്ച അല്ലേ? ആ ഒരു തുടക്കം മുതൽ കൃഷി മുതലുള്ള പ്രോസസ്സിംഗ് രീതി വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് പാല ചെയ്തെടുക്കും, പ്രോസസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ജെ ഹെർബൽസിൽ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 15 ദിവസത്തേക്കുള്ള ബോക്സാണ് വരുന്നത്, 3 മാസത്തേക്കുള്ള. എങ്ങനെയാണോ നമുക്കൊരു ആവശ്യം വരുന്നത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.